സഹോദരങ്ങളെ, ക്രൈസ്തവ സഭയിൽ കള വിതയ്ക്കുന്നവരുടെ എണ്ണം പണ്ട് മുതലേ ഉണ്ട്. നമ്മുടെ കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. ഇക്കാലത്ത് അവരുടെ എണ്ണം ഒത്തിരി കൂടിയിട്ടുമുണ്ട്. പ്രൊഫറ്റെന്നും അപ്പസ്തോലന്മാരെന്നും ഒക്കെ പറഞ്ഞ് ധാരാളം പേര് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അവർ വിതയ്ക്കുന്ന കളയുടെ ഒരു പ്രത്യേകത നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുതരാം. നിങ്ങളിൽ നല്ലൊരു പങ്കാളുകളും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ദൈവത്തെ ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നിന്നിലൂടെ ലോകം കാണാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ജനത്തെ ഇക്കിളിപ്പെടുത്തുന്ന, വിശ്വാസികളെ ഇക്കിളിപ്പെടുത്തുന്ന ശുശ്രൂഷകന്മാരുടെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് കേൾക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് എന്നെ തോന്നേ, ദൈവം എന്നെ ഇപ്പോൾ ഉയർത്തും. എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, എൻ്റെ കുടുംബക്കാരുടെ മുമ്പിൽ, എൻ്റെ അയൽവാസികളുടെ മുമ്പിൽ ഞാൻ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയപ്പോൾ അവരൊക്കെ എന്നെ നിന്ദിച്ച് പരിഹസിച്ച് ഒറ്റപ്പെടുത്തിയ അവരുടെയൊക്കെ മുമ്പിൽ ദൈവം എന്നെ ഉയർത്തും. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ഞാനും ദൈവത്തെ ആരാധിക്കാത്ത അവരും തമ്മിലുള്ള വ്യത്യാസം ഈ ലോകം കാണാൻ പോവാം. അങ്ങനെ സ്വപ്ന ലോകത്തായി പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. അങ്ങനെ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. എന്താ ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം? വേദോത്സവത്തിൽ തിരുവഴുത്താണ് കേട്ടോ. ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. അവർ ഉദ്ധരിക്കുന്ന വാക്യം വേറെങ്ങുമല്ല, മലാക്കി പുസ്തകത്തിലാണ് കിടക്കുന്നത്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമാണ് ഇവർ ഉദ്ധരിക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ അമ്മാമ്മമാരൊക്കെ അങ്ങ് ആത്മാവിലാകുക എന്ന് പറയുന്നത്, അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അവരൊക്കെ ആ സ്വപ്നലോകത്താണ് ജീവിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. അവിടെ നമ്മുടെ വിശ്വാസികൾ ആരും ഈ പാസ്റ്റർമാരോട് ചോദിക്കാറില്ല. പക്ഷേ അപ്പോൾ കാണും എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇത് എപ്പോൾ കാണുന്ന കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇവരാരും ചോദിക്കില്ല. ഇവരൊക്കെ സ്വപ്നം കാണുക, ഈ മാസം, ഈ വർഷം, ഇപ്പോൾ തന്നെ, ഇന്ന് മുതൽ തന്നെ ദൈവം അത് എന്നിലൂടെ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നത്. വാസ്തവത്തിൽ കർത്താവ് അങ്ങനെ ഒരു പ്രോമിസും ആരോടും ചെയ്തിട്ടില്ല. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. അത് വെറും കളയാണ്. ജനത്തെ മറ്റൊരു തലത്തിലേക്ക് ലോകമോഹികളായി നയിച്ചുകൊണ്ടിരിക്കുന്ന കള വിതയ്ക്കുന്ന ശുശ്രൂഷകന്മാരാണ്. ഞാൻ ആ ഭാഗം നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഭാഗത്തിൻ്റെ അതിൻ്റെ ഒരു പാരഗ്രാഫ് ആദ്യം മുതൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിന് മുതൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. നിങ്ങളുടെ വാക്ക് എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു. ഒരു കൂട്ടം ആളുകളോട് പറയുകയാണ്, നിങ്ങളുടെ വാക്ക് എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു. അതെന്തപ്പാ നിങ്ങളുടെ വാക്കിൻ്റെ പ്രത്യേകത? എന്താ ഞങ്ങളങ്ങനെ നിന്നെ വ്യസനിപ്പിച്ചത് എന്നുള്ള രീതിയിൽ അടുത്തവർ ചോദിക്കുന്നത്. എന്നാൽ ഞങ്ങൾ നിൻ്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് തിരിച്ചു ചോദിക്കുക. കർത്താവ്, ഞാൻ എന്താ നിനക്കെതിരെ പറഞ്ഞേ? അപ്പോൾ കർത്താവ് പറയുകയാണ്, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തത് വ്യർത്ഥം. ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ കുറ്റം ഇതാണ്. പ്രിയപ്പെട്ട സഹോദരി, ജീവിതത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടില്ലയോ, കണ്ട കള്ളുകൂടിയനും തോന്നിയാസം നടക്കുന്നവനൊക്കെ അനുഗ്രഹമാണ്. ദൈവത്തെ വിളിച്ചും ദൈവത്തെ സേവിച്ചും ഇറങ്ങിയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ മാത്രം ഒരു എഴുന്നേറ്റവുമില്ല. അല്ലെങ്കിൽ സത്യത്തിൽ നടക്കുന്നവർക്ക് ഈ നാട്ടിൽ ഒരു ഗതിയും പരഗതിയും ഉണ്ടാകത്തില്ല. കാവഠ്യവും മറ്റുള്ളവനെ ചതിച്ചും വഞ്ചിച്ചും ഒക്കെ നടക്കുന്ന ഇഷ്ടം പോലെ അങ്ങ് വളരുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതാ കാര്യം ഇവിടെ കർത്താവ് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന വാക്ക് എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അവരോട് പറയുകയാണ്, അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവ് പറയുന്ന വാക്കിങ്ങനെയാണ്: യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർ തമ്മിൽ പറയുന്ന കാര്യം ഇത്. ഇത്രയൊക്കെ ഞാൻ ദൈവത്തിന് വേണ്ടി ആരാധിച്ചു, ഇത്രയെല്ലാം ഓടി, ഇത്ര ഉപസിച്ചു, എൻ്റെ ജീവിതത്തിൽ മാത്രം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം എന്നെ വിടുവിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും സങ്കടത്തോടെ കർത്താവിനോട് ഇത് പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാത്ത, എനിക്ക് ഇത്രയും നാൾ ഉപസിച്ചിട്ട് എന്നാ ഒരു വിടുതലില്ലാത്ത, ഇതൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ ഇത് ചില ഭക്തന്മാർ തമ്മിലൊക്കെ പറയുന്നൊരു കാര്യമാണ്. ഇത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അപ്പോൾ യഹോവ പറയുകയാണ്, യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ എൻ്റെ നാമത്തിന് വേണ്ടി നിന്നതും കഷ്ടം അനുഭവിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളർച്ച നിങ്ങൾ പ്രതീക്ഷിച്ചെങ്കിൽ അതൊന്നുമില്ലാതെ നിങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ നിങ്ങൾ വെറുതെ സ്മരണ പുസ്തകത്തിൽ ഇതെല്ലാം എഴുതുക. സ്മരണയെന്ന് എന്താണ്? ഓർമ്മ. ഒരു പുസ്തകം എഴുതി വെച്ചിരിക്കുക. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അത് ഓർക്കുക എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത. അതെപ്പോഴാണ് ഓർക്കുന്നത് എന്നുള്ളതാണ് താഴെ പറയുന്നത്. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് നിക്ഷേപമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട്. അതായത് കർത്താവിൻ്റെ ദിവസം. അതിപ്പോൾ ആയില്ല കേട്ടോ. ആ ദിവസത്തിലാണ് ഈ സ്മരണ പുസ്തകത്തിൻ്റെ പ്രയോജനമുണ്ടാകുന്നത്. അവർ അന്ന് എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം അവർ കാണും. ഇപ്പോഴല്ല കേട്ടോ, ഈ ആയുസ്സിലുമല്ല കേട്ടോ. എപ്പോഴാണ് ദൈവമുണ്ടാക്കുന്ന, കർത്താവ് ഉണ്ടാക്കുന്ന ആ ദിവസം. അന്ന് ഈ സ്മരണ പുസ്തകം തുറന്ന് നീ അനുഭവിക്കുന്ന കാര്യങ്ങളും മറ്റൊരു ചെയ്ത കാര്യങ്ങളും എല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അന്ന് നീ കാണും. എന്താണ്? നീ ഇന്ന് കഷ്ടമനുഭവിച്ചതിൻ്റെയൊക്കെ ഗുണം അന്ന് കാണും. അതായത് ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴല്ല കാണുന്നത്, വരുവാനുള്ള ആ ദിവസത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് പൊന്നു പ്രിയപ്പെട്ടവരെ, വഞ്ചിക്കപ്പെടരുത്. ഇത്തരത്തിൽ വളരെ നൈസായി, വളരെ തന്ത്രപരമായി ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കാലത്ത് മിക്ക ശുശ്രൂഷകന്മാർ. ഞാൻ ശുശ്രൂഷകന്മാരെ കുറ്റപ്പെടുത്തുകയല്ല, ചിലർ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ച് ജനത്തെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് അവരുടെ പോക്കറ്റിലുള്ളത് അടിച്ചു മാറ്റാൻ, അവരെ സൂചിപ്പിക്കാനും നടക്കുന്ന ഉപദേശിമാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. നല്ലൊരു പങ്ക് ശുശ്രൂഷകന്മാരും അറിയാതെ ഇത് വിശ്വസിച്ച്, പലരും ആരൊക്കെയോ പറഞ്ഞ് കേട്ടതൊക്കെ വിശ്വസിച്ച് ഏറ്റുപിടിച്ചങ്ങ് പ്രസംഗിച്ച് നടക്കുക. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്താലും കൊള്ളാം, അറിയാതെ ചെയ്താലും കൊള്ളാം. തിരുവെഴുത്തിനെ നിങ്ങളുടെ മനോബോധങ്ങൾക്കും മനുഷ്യൻ്റെ ഹിതത്തിനും അനുസരിച്ച് വ്യാഖ്യാനിച്ചു പിടിപ്പിച്ച് ജനത്തെ വഴിതെറ്റിച്ചാൽ അതും സ്മരണ പുസ്തകത്തിൽ കാണും. മറന്നു പോകരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.